ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കണ്ണിൻ്റെ ചുറ്റിനുമുള്ള കറുപ്പ് മേക്കപ്പിലൂടെ എങ്ങനെ അത് കാണാതിരിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കണ്ണിൻ്റെ കറുപ്പ് പലർക്കും പല മാതിരിയാണ്. ചിലർക്ക് ജനറ്റിക്കലി വരാം, ചിലർക്ക് ഹോർമോണൽ ചേഞ്ച് കൊണ്ടുവരാം, ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടുവരാം, ചിലർ വെള്ളം കുടിക്കാത്ത ലൈഫ് സ്റ്റൈല് മോശമായിട്ട് ഇരിക്കുന്നവർക്ക് വരാം, ചിലർ ഒരുപാട് വെയിലത്തൊക്കെ നടക്കും, അങ്ങനെ വരാം. അപ്പോൾ പല പല റീസൺസ് ഉണ്ട്. അത് അവനവൻ്റെ റീസൺ അവനവൻ തന്നെ കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരം കാണുന്നതാണ് നല്ലത്. പക്ഷേ മേക്കപ്പിലൂടെ എങ്ങനെ കുറയ്ക്കാം, കാണാതിരിക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോണേ. നമ്മുടെ ഏജുകാർക്ക്, ചെറുപ്പക്കാർക്ക് ചെയ്യും പോലെ ഒരുപാട് കുറയ്ക്കാൻ നടക്കരുത്. ഒരുപാട് കുറച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഓക്വേർഡായിരിക്കും, എന്തോ ഒരു പേസ്റ്റ് വാരി ഇട്ട കണക്കിരിക്കും. അതുകൊണ്ട് ഒന്ന് മറയ്ക്കാനേ ആവാം. പിന്നെ കണ്ണിൻ്റെ കറുപ്പ് ഇരിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ആർക്കും. അതിപ്പം നമ്മൾ അതിലോട്ട് അങ്ങ് ആകുക, നമ്മുടെ കണ്ണിന് ചുറ്റും കറുപ്പുണ്ട്, അത് ഓക്കെ. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ കുറച്ചൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ള ഒരു ചെറിയ മേക്കപ്പ് ടിപ്പാണ്. അല്ലാതെ കംപ്ലീറ്റ്ലി കുറച്ച് ചെറുപ്പക്കാരെ പോലെയൊന്നും ആകത്തില്ല. അപ്പോൾ അതെല്ലാവരുടെയും മനസ്സിലിരിക്കട്ടെ. ആദ്യം തന്നെ നല്ലവണ്ണം മോയ്സ്ചറൈസ് ചെയ്യുക. ഞാൻ എടുക്കുന്ന മോയ്സ്ചറൈസർ വളരെ ചെറിയ ഒരു ലൈറ്റ് മോയ്സ്ചറൈസറാണ്. പോൺസിൻ്റെ ഹൈഡ്രാ ജെൽ. എല്ലാവർക്കും കടകളിലും വാങ്ങാൻ കിട്ടുന്നതാണ്. ഞാൻ ലിങ്ക് കൊടുത്തേക്ക് വേണമെന്നുള്ളവർ വാങ്ങിച്ചോളൂ. അപ്പം ആദ്യം കണ്ണിൻ്റെ ചുറ്റാകെ നല്ലവണ്ണം മോയ്സ്ചറൈസ് ചെയ്യുക, അതാണ് ആദ്യം വേണ്ടിയത്. പിന്നെ മോയ്സ്ചറൈസ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. ഇത് കണ്ണിൻ്റെ ചുറ്റാകെ നല്ല അബ്സോർബ് ചെയ്യണമല്ലോ. നല്ലോണം സ്കിന്നിലോട്ട് ആഴത്തിലിറങ്ങി നല്ലോണം നമ്മുടെ സ്കിന്നിലോട്ട് പിടിക്കണം. പിടിച്ച് കഴിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ കണ്ണിൻ്റെ കറുപ്പ് മറയ്ക്കാൻ ശ്രമിക്കാവൂ. ഞാനിന്ന് കണ്ണിൻ്റെ കറുപ്പ് മറയ്ക്കുന്ന ഇതുപോലെ ക്രേലോണിൻ്റെ ഡെർമയുടെ ഒരു പാലറ്റാണ് ഇത്. നിങ്ങൾക്ക് നല്ലൊരു കോസ്മെറ്റിക്സ് ഒക്കെ കിട്ടുന്ന കടയിൽ പോയാൽ ഇതിൻ്റെ തന്നെ ഒന്നോ രണ്ടോ കളറുകളും ഒറ്റയ്ക്കും വാങ്ങാൻ പറ്റും. ഇതിപ്പോൾ പാലറ്റായിട്ടാണ്. കുറച്ച് കൂടുതൽ കളറുണ്ട്. കുറച്ച് കൂടുതൽ കളറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമാണെങ്കിൽ നിങ്ങൾ ആ കോസ്മെറ്റിക് കടയിൽ ചെന്നിട്ട് അവരുടെ അടുത്ത് പറയുകയാണെങ്കിൽ അവർ നിങ്ങളുടെ കളറിനനുസരിച്ചുള്ള, നിങ്ങളുടെ സ്കിന്നിൻ്റെ കളറിനനുസരിച്ചുള്ള ഇത് അവരെടുത്ത് തരും. അപ്പോൾ അത് ഒന്നായിട്ട് വാങ്ങാനും കിട്ടും. ഇതിപ്പോൾ ഒരു പാലറ്റാണ്. അപ്പോൾ ഈ പാലറ്റ് നിന്നാണ് ഞാനെടുത്ത് ചെയ്യാൻ പോകുന്നത്. ഇത് രണ്ട് തരം കിട്ടും. ഒന്ന് നല്ല ഡ്രൈ സ്കിന്നിനുള്ളതും കിട്ടും, ഒന്ന് ഓയിലി സ്കിന്നിനുള്ളതും കിട്ടും. ഇതിപ്പം ഞാൻ പാലറ്റായിട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം ഇതിൽ നിന്നാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇത് ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് നല്ലോണം മോയ്സ്ചറൈസ് ചെയ്തിട്ട് നമ്മുടെ കണ്ണിന് എത്ര കറുപ്പുണ്ടോ ആ കറുപ്പ് ഭയങ്കര കറുപ്പാണെങ്കിൽ നമ്മളൊന്ന് ഓറഞ്ച് കളർ കൊണ്ട് കുറയ്ക്കുക. ഓറഞ്ച് എന്ന് പറഞ്ഞൊരു ഷെയ്ഡ് കിട്ടും, അതുകൊണ്ട് കുറയ്ക്കുക. അല്ലെങ്കിൽ കുറച്ചുകൂടെ നമ്മുടെ ഈ കറുപ്പിനേക്കാളും കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള കളറ് ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലൈറ്റ് കളർ ഉപയോഗിക്കുക. പിന്നെ അതിലേറെ ലൈറ്റ് കളർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കണ്ണിന് ചുറ്റാനുള്ള കറുപ്പ് പോകും. ഈ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് വാരിയിടരുത്. കുറച്ചെടുത്തിട്ട് അത് കണ്ണിൻ്റെ ചുറ്റാകെ ഇട്ട് അതിൻ്റെ കറുപ്പങ്ങ് മറയ്ക്കുക. അങ്ങനെ വേണം ചെയ്യുക. അതിപ്പോൾ ഇതല്ല, ഈ പാലറ്റല്ല. നിങ്ങൾ ഇനി വേറെ ഏതെങ്കിലും കൺസീലറോ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോഴായിരുന്നാലും കുറച്ചേ ഉപയോഗിക്കാവൂ. വളരെ കുറച്ച് ഉപയോഗിച്ച് അതിനെ കംപ്ലീറ്റ് ഒന്ന് മറച്ചതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ വീണ്ടും കുറച്ചെടുത്ത് വീണ്ടും കംപ്ലീറ്റ് അങ്ങ് മറയ്ക്കണം. ആദ്യമേ ഒരുപാട് എടുത്ത് അപ്ലൈ ചെയ്യാൻ നോക്കരുത്. അത് പാച്ചി ആയിട്ടിരിക്കും, വളരെ വൃത്തികേടായിട്ടിരിക്കും, എന്തോ വാരി കണ്ണി പുരട്ടിയ കണക്കിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാനുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ എടുത്ത് വേണം യൂസ് ചെയ്യാനായിട്ട്. ഞാൻ ഇതേപോലത്തെ ഒരു കണ്ണാടിയിൽ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ കണ്ണിൻ്റെ ചുറ്റാകെ മോയ്സ്ചറൈസ് ചെയ്തു. മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഓറഞ്ച് കളറ് എനിക്ക് കുറച്ച് കൂടുതലാണ് എൻ്റെ കണ്ണിൻ്റെ ചുറ്റാകെ. അപ്പം ഞാൻ കുറച്ചെടുത്തതിന് ശേഷം കയ്യിൽ കുറച്ചിങ്ങനെ എടുക്കും. അത്ര എടുത്തതിന് ശേഷം നമ്മളൊന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക. അപ്പം നിങ്ങൾക്ക് ആർക്കും ബ്രഷ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, കൈ മതി. നമ്മുടെ കയ്യിലെ ചൂടും കൂടെ കൊണ്ട് അത് നന്നാവേ ഉള്ളൂ. അല്ല ബ്രഷ് വേണം എന്നൊന്നുമില്ല. ബ്രഷ് ഉണ്ടെങ്കിൽ അതും നല്ലത് തന്നെയാണ്. അപ്പം കണ്ടോ, ഈ കറുപ്പ്
ഇവിടുത്തെ കറുപ്പിനേക്കാളും ഇവിടെ കുറഞ്ഞില്ലേ. ഇനി ബാക്കിയിരിക്കുന്ന എക്സ്ട്രാ കൊണ്ട് ഞാൻ കണ്ണിൻ്റെ മേളിലും കൂടെ ഒന്നങ്ങ് തേക്കും. അത് കഴിഞ്ഞ് ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ, ഓറഞ്ച് കറക്റ്റർ ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു കളർ എടുക്കും. അപ്പം ഈ ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡ് എടുത്തതിന് ശേഷം, ഇതിപ്പോൾ എൻ്റെ സ്കിൻ കളറിനേക്കാളും നല്ല ഡാർക്കാണ് ഇത്. ഈ കളർ എൻ്റെ സ്കിൻ കളറിനേക്കാളും നല്ല ഡാർക്കാണ്. അപ്പം ഈ കളർ എൻ്റെ കണ്ണിൻ്റെ ചുറ്റാകമുള്ള കളറിനേക്കാളും ഡാർക്കാണ്. ഇനി ഇതിൽ കൂടുതൽ ഡാർക്കും ഇതിലുണ്ട്. കണ്ടോ, ഇതും സ്കിന്നിനേക്കാളും നല്ല ഡാർക്കാണ്. ഈ സ്കിന്നിൻ്റെ കളർ ഇത് വെച്ചും ചെയ്യാം. ഇത് വെച്ച് ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് കയ്യിലോട്ടെടുക്കും. കയ്യിലോട്ട് എടുത്തതിന് ശേഷം വളരെ ലൈറ്റായിട്ട് ഞാൻ ഈ ഓറഞ്ച് കറക്റ്റർ ഇട്ട പോലെ തന്നെ ഇടും. എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പുറത്തോട്ട് ചെയ്യാൻ ഇങ്ങനെ ഡാബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഉള്ളിലോട്ട് ഇങ്ങോട്ട് ചെയ്യേണ്ട, ഇങ്ങോട്ട് മാത്രം ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ അത് നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഇനി നമ്മുടെ സ്കിന്നിൻ്റെ ഇടയിൽ നമ്മൾക്കിവിടെ എല്ലാം നിറച്ച് ചുളിവുകളാണ്. ഈ ചുളിവുകളിൻ്റെ ഇടയിലോട്ട് ഇത് കയറും, ഓട്ടോമാറ്റിക്കലി കയറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ബഡ്സോ വല്ലതും ഉണ്ടെങ്കിൽ പതുക്കെ അത് വെച്ച് അങ്ങ് എടുത്തിട്ട് കുറച്ച് പൗഡർ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം ഇതെല്ലാം ചെയ്ത് നമ്മൾ മറ്റേ പൗഡർ ഇടുന്നതിന് മുമ്പേ ഈ ക്രീസ് നോക്കുമ്പോൾ ചിലപ്പം ഈ ലൈൻസിൻ്റെ ഇടയിലെല്ലാം നമ്മൾക്ക് അത് കയറിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഈ കണ്ണിൻ്റെ ഇതും ഈ കണ്ണിൻ്റെ ഇതും കണ്ടോ, വ്യത്യാസമില്ലേ? ഇനി നമ്മൾ ചെയ്യാനുള്ളത്, ഇനി നമ്മൾ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡ് എടുക്കുക. ഇത് കുറച്ചുകൂടെ നല്ല ലൈറ്റ് ഷെയ്ഡാണ്. ഇതെടുക്കുക. ഇതെടുത്തതിന് ശേഷം ഇതും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുക. ലൈറ്റ് ഷെയ്ഡ് എടുത്തു. ലൈറ്റ് ഷെയ്ഡ് എടുത്തതിന് ശേഷം ഇനി പതുക്കെ അപ്ലൈ ചെയ്യുക. പതുക്കെ ചെറിയ ടച്ചേ കൊടുക്കാവൂ. ഇപ്പം കണ്ടോ, ഈ കണ്ണിൻ്റെ കറുപ്പ് ഇതിനേക്കാളും കറുപ്പായിരുന്നു എനിക്ക് ഈ സൈഡിൽ. ഇപ്പം കണ്ടോ, കണ്ണിൻ്റെ ചുറ്റാകെ ഒരു വെട്ടം വന്നില്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ പൗഡർ കൊണ്ട് അതിനെ അങ്ങ് സീൽ ചെയ്യുക. പൗഡർ അപ്ലൈ ചെയ്യുമ്പോഴും വളരെ കെയർഫുള്ളായിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഒരുപാട് പൗഡർ വാരി ഇടരുത്. എന്നാൽ ഇതെല്ലാം കൂടെ അടഞ്ഞ് അതിൻ്റെ ഇടയിലെല്ലാം പൗഡർ കയറി, അതായത് നമ്മുടെ ഈ ലൈൻസിൻ്റെ ഇടയിലെല്ലാം പൗഡർ കയറും. ആ പൗഡർ വളരെ മൈൽഡായിട്ട് വേണം പൗഡർ അപ്ലൈ ചെയ്യാനായിട്ട്. എൻ്റെ കയ്യിൽ ട്രാൻസ്ലൂസൻറ്റ് പൗഡർ ഇല്ല, അതായത് ഇതുപോലെ കോമ്പാക്ട് പൗഡർ മാത്രമേ ഉള്ളൂ. അപ്പോൾ കോമ്പാക്ട് പൗഡർ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ വളരെ ലൈറ്റായിട്ട് കോമ്പാക്ട് പൗഡർ എടുക്കുക. കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് കയ്യിലെ പുറകിലോട്ടൊന്ന് അത് കയ്യിലെ പുറകിലോട്ടൊന്ന് തൂത്ത് കളയുക. അതിൻ്റെ ബാലൻസ് തൂത്തിട്ട് വേണം ഇങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾക്ക് സ്പോഞ്ച് ഉണ്ടെങ്കിൽ സ്പോഞ്ച് വെച്ച് ചെയ്യാം. സ്പോഞ്ച് വെച്ച് ചെയ്യുമ്പോഴും സ്പോഞ്ചിൽ പൗഡർ എടുത്തതിന് ശേഷം കൈയുടെ പുറകിലോട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് അതിനെ ഒന്ന് കളഞ്ഞ് ബാക്കി ബാലൻസ് പറഞ്ഞാൽ കുറച്ച് വെച്ചേ ചെയ്യാവൂ. അപ്പോഴത്തേക്ക് ഒരുപാട് വൃത്തികേടായിട്ട് നമുക്കിരിക്കത്തില്ല. അപ്പോൾ കണ്ടോ, കണ്ണിൻ്റെ ചുറ്റാകെയുള്ള കറുപ്പ് പോയില്ലേ? ഇങ്ങനെ വേണം നിങ്ങൾ കണ്ണിൻ്റെ ചുറ്റാകെയുള്ള കറുപ്പ് കുറയ്ക്കാനായിട്ട്. നിങ്ങളുടെ കയ്യിൽ ഈ പാലറ്റ് ഇല്ല, നിങ്ങളുടെ കയ്യിൽ വേറെ ഉണ്ടെങ്കിലും ടെക്നിക്കെല്ലാം ഇത് തന്നെയാണ്. വളരെ ടിപ്പ് എന്തോന്നെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചായിട്ടേ എടുക്കാവൂ.
എടുത്തതിന് ശേഷം നിങ്ങളുടെ കൈയോ നിങ്ങളുടെ ബ്രഷോ വെച്ച് അതിനെ നമ്മൾ ഇപ്പം നമ്മളൊരു കെട്ടിടം തന്നെ പ്ലാസ്റ്റർ ചെയ്യണം കണ്ടിട്ടില്ലേ, അതിങ്ങനെ കുറച്ചെടുത്തിട്ട് തേച്ച് 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 അവരതിനെ നല്ല പോളിഷ് ആക്കത്തില്ലേ, അതേപോലെ നമ്മുടെ കൈ കൊണ്ട് വളരെ പതുക്കെ സമയം എടുത്ത് ചെയ്യുക. അപ്പോൾ ഇത് നന്നാവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമുള്ളവർ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കുറച്ച് മേക്കപ്പിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴത്തേക്ക് തനിയെ തന്നെ മേക്കപ്പ് ചെയ്ത് പോകാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, ലവ് യു ഓൾ. ഇതെല്ലാവരും ഈ കൺസീലിംഗ് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.